Hello everyone, welcome back to a new video of Rilamurthy. സോ നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ ഞാനൊരു സബ്സ്ക്രൈബറിനെ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചു, ഒരു പുള്ളീനെ വരയ്ക്കാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ ഐഡിയൽ മൈൻഡ് ഒരു സ്കെച്ച് വരച്ച് തുറക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് അത് കണ്ടപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു എന്നെ വരയ്ക്കാവുന്നു. അപ്പം ഞാൻ യൂഷ്വലി അങ്ങനെ വരയ്ക്കാറില്ല, കാരണം വരച്ചാൽ ചിലപ്പം അതുപോലെ വരണമെന്നില്ല. അതുകൊണ്ട് ഞാൻ പുള്ളിനെ അത്ര പ്രോത്സാഹിപ്പിച്ചില്ല. പക്ഷെ പുള്ളി എന്നെ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു ഓക്കെ വൈ നോട്ട്, ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഫോട്ടോ അയക്കാൻ പറഞ്ഞു. പുള്ളി ഒരു ഫോട്ടോ അയച്ചു. പക്ഷേ എനിക്കത് വരയ്ക്കാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടായില്ല. പുള്ളി എന്നെ 2-3 പ്രാവശ്യം ഇടയ്ക്ക് ഓർമ്മിപ്പിച്ചു വരച്ചു വരുന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പം ഓക്കെ, ഞാനൊന്ന് ശ്രമിച്ച് നോക്കാം ഒരു സമയം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഒരു ദിവസം സമയം കിട്ടിയപ്പോൾ ഐ ജസ്റ്റ് ട്രൈഡ്. ഇന്ന് തന്നെ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ട്രൈ ചെയ്തു. അത് ഞാൻ സ്കെച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. സ്കെച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെറിയൊരു പ്രൊപ്പോർഷൻ ഡിഫറൻസും ഷെയ്ഡിങ്ങും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒരു പ്രോബ്ലം എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ആക്ച്വലി എനിക്ക് സ്കെച്ചിങ് ചെയ്യുന്നതിനെക്കാട്ടിലും പെയിൻറ്റിങ് ചെയ്യുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ബ്ലെൻഡ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പിന്നെ പെയിൻറ്റിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വാട്ടർ കളറാണ് യൂസ് ചെയ്തത്. ഏത് പെയിൻറ്ററിൻ്റെ ആർട്ടിസ്റ്റിൻ്റെയും ഒരു ഏറ്റവും വലിയ നൈറ്റ്മെയറാണ് ഇങ്ങനെ ബ്രഷ് വീണ് പെയിൻറ്റിങ് കൊളാവുന്നത്. അപ്പം ഈ പെയിൻറ്റിങ് ഞാൻ ചെയ്യുമ്പോൾ ഇതൊരു മെക്കാനിക്കൽ ഒരു സിലബസ് വെച്ച പോലെയല്ല ഞാൻ ചെയ്തത്. എനിക്ക് തോന്നിയ ഷെയ്ഡ് ഞാൻ എനിക്ക് തോന്നിയെടുത്ത് അപ്ലൈ ചെയ്ത് ആ ഒരു ഷെയ്ഡ് കൊണ്ടുവരാനാണ് ഞാൻ നോക്കിയത്. അപ്പം ഐ ജസ്റ്റ് ട്രൈഡ് മൈ മെത്തേഡ്. ഐ തിങ്ക് ഐ ഫിക്സ്ഡ് ഇറ്റ്. കുറച്ച് അതിൻ്റെ ഒരു ഫേസിൻ്റെ ഒരു ഷെയ്ഡ് മാറിപ്പോയി. പക്ഷേ ഐ തിങ്ക് ഫേസിൻ്റെ ഒരു ഇത് മാറിയില്ല എന്ന് തോന്നുന്നു. എന്നാലും വരച്ച് വരുമ്പോൾ ഐ കൈൻഡ് ഓഫ് ഫീൽ ലൈക്ക് അയാളുടെ ഫേസ് മാറിപ്പോകുന്നുണ്ട് എന്നൊക്കെ എനിക്ക് തോന്നി. ചിലത് ഷെയ്ഡ് കൂടിപ്പോയി, ചിലത് ഷെയ്ഡ് കുറഞ്ഞു പോയി. പ്രിസൈസ്ലി ആ പിക്ചർ അതുപോലെ വരാനല്ല ഞാൻ നോക്കിയത്. ഒരു ഇംപ്രഷൻ അതുപോലെ ഏകദേശം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ നോക്കിയത്. കുറച്ചും കൂടി ഫ്രീ ഹാൻഡ് ആകാമായിരുന്നു എന്ന് എനിക്ക് പിന്നെ വരച്ച് കഴിഞ്ഞപ്പോൾ തോന്നി. അപ്പോൾ ഇതാണ് ആദർശ് അയച്ചു തന്ന ഫോട്ടോ. വരച്ച് വന്നപ്പോൾ പുള്ളിയുടെ എക്സ്പ്രഷൻ ഒന്നും മാറിയിട്ടുണ്ട്. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ഹിം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറച്ചും കൂടി പോർട്രേറ്റ്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇനിയുള്ള വീഡിയോസിൽ. അപ്പോൾ ചെയ്യുന്നതനുസരിച്ച് ഞാൻ അപ്ലോഡ് ചെയ്യാം. So until we meet again in the next video, take care, do the things that makes you happy. Bye.